ഇല്ലടാ, ഞാൻ എന്താ ചെയ്യാൻ? നാട്ടില് നിക്കണോ അതോ ദുബായിക്ക് പോണോന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നീ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ട്. 30 ദിവസമൊക്കെ പോയ വഴി അറിയുന്നില്ല. 4 ദിവസം കൂടെ ഉള്ളു. നീ ഒരു കാര്യം ചെയ്യോ? നീ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് കുറയുന്നല്ലേ പറഞ്ഞേ? അത് നോക്കിയിട്ടൊന്ന് എടുത്തു വെക്ക്. ഞാൻ കൺഫേം ആക്കിയിട്ട് പറയാം. അതേ പ്രൈസിൽ തന്നെ കിട്ടുമോ നോക്കി നോക്ക്. പ്രൈസ് കൂടണ്ടട്ടാ. ശരിടാ, നീ നോക്കിയിട്ട് പറയ്, മെസ്സേജ് അയക്ക്. ശരി. ആരോടാ സംസാരിച്ചിട്ടായിരുന്നു? അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഞാൻ ആ ടിക്കറ്റിന്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചതാ. വന്നിപ്പോ 1 മാസം കഴിഞ്ഞില്ലേ? ഇപ്പതാ പോവാൻ 4 ദിവസമേ ഉള്ളൂ. വല്ലാത്ത ടെൻഷനാന്നേ. വരുമ്പോ ഭയങ്കര സന്തോഷാ, പോകുമ്പോ ആ സന്തോഷം ഉണ്ടാവില്ല. ആ ദിവസം അടുക്കും തോറും മനസ്സിലൊരു എന്താ പറയാ, ഒരു തിപ്പാ മനസ്സില്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞാൻ പറയട്ടെ. ഇനിയിപ്പോ എന്തിനാ ഗൾഫിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ വെക്കുന്നത്? വേണ്ടാന്ന് വെച്ചൂടെ? എനിക്കും ആഗ്രഹം തന്നെ പോണ്ടെന്നൊക്കെ. എത്ര വർഷമായി ഞാൻ ഈ ഇത്രയും കൊല്ലങ്ങൾ അവിടെ നിന്നില്ലേ? ഇനിയിപ്പോ നാട്ടില് കുറച്ചു കാലം നിൽക്കി. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 മാസം ലീവ് വന്നതിന് ശേഷം അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പോകാൻ നിൽക്കുന്നത്. അതിപ്പോ ലീവ് കിട്ടിയ പോലെയൊന്നും അല്ല, പറഞ്ഞ പോലെയാണ് ഒക്കെ കറക്റ്റായിട്ട്. ഇനിയിപ്പോ തിരിച്ച് ടിക്കറ്റ് എടുത്തിട്ടൊക്കെ ഇങ്ങനെ പോകാൻ നിൽക്കണത്. തൽക്കാലം നാട്ടിലൊക്കെ കൂടിക്കൂടെ? ഉമ്മാന്റെ അടുത്ത് ഞാൻ വേണമെങ്കിൽ ചെന്ന് പറയാം. എപ്പോഴും എന്താ പറയാ, നമ്മളെപ്പോഴും ഇതൊക്കെ ചിന്തിക്കണതാ. എപ്പോഴും ഞാനെന്നല്ല, എല്ലാരും പ്രവാസികളെല്ലാരും നാട്ടിൽ വന്ന് വന്ന സന്തോഷം 2 ആഴ്ച കഴിഞ്ഞാൽ ഉണ്ടാവില്ല. തിരിച്ചു പോകാനാവുമ്പോ എന്താ പറയാ, അവർക്കൊരു നെഞ്ചിടിപ്പാ. പിന്നെ അവിടെ എത്തിയാലോ ആ സന്തോഷം ഉണ്ടാവില്ല. കാരണം നാട്ടിൽ നിന്ന് പോയതിന്റെ. നാട്ടിലോട്ട് വരുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. എന്തുണ്ടായിക്കോട്ടെ, നാട്ടിൽ നിന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിടണം. ഇപ്പൊ ഗൾഫിലിരിക്കുന്നു, മാസം പൈസ അയക്കുന്നു, ആ സുഖം തന്നെ എപ്പോഴും നാട്ടിലിരിക്കുമ്പോഴും കിട്ടുന്നുള്ള ചിന്തയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല. ഇപ്പൊ നാട്ടിൽ നിൽക്കണേലും അതാവും നല്ലത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കി നോക്ക്, വീട്ടുകാരോട് പറഞ്ഞു നോക്കി നോക്ക്. ഇക്കാക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കും പോണമെന്നില്ല. ഇപ്പൊ എത്ര വർഷമായി അപ്പൊ പോകണ്ടിക്ക. എന്തിനാ വെറുതെ പോകുന്നത്? പോയിട്ട് എന്താ കുറെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആക്കിയിട്ട് ഇങ്ങനെ തീർത്താൽ മതി ജീവിതമൊക്കെ. കുറച്ചൊക്കെ സന്തോഷമായിട്ട് ഇരിക്കാനുള്ള വല്ല ഓർമ്മകളും വേണ്ടത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, നിങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചു. ഞാനിതൊക്കെ ആലോചിക്കുന്നുണ്ട്. നീ എന്താ പറയണ? ഞാൻ ഇതൊന്നും ആലോചിക്കുന്നില്ല എന്നാണോ? ഈ 12 വർഷത്തില് ഞാൻ എത്ര വട്ടാണ് ഈ വീട്ടിൽ വന്ന് നിന്നിട്ടുള്ളത്. ഓരോ 2 വർഷം കൂടുമ്പോഴും ഓരോ മാസം കിട്ടുക. ആ ഓരോ മാസത്തെ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഞാൻ വന്നിട്ടുള്ളത് ആകെ 2-3 മാസം മാത്രമാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിനിടയിൽ വരാൻ പറ്റിയിട്ടില്ല, ലീവ് കിട്ടിയിട്ടില്ല. അവിടുന്ന് നമുക്ക് കാര്യമായിട്ടുള്ള കടങ്ങളൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോ വന്നിട്ട് ഇപ്പൊ ഇത്രയും കൊല്ലങ്ങളായില്ലേ, എനിക്കറിയാലോ ഇവിടത്തെയും കാര്യങ്ങള്. കടങ്ങളൊന്നും കാര്യമായിട്ടില്ല. താത്താന്റെ കല്യാണം കഴിഞ്ഞു, നിങ്ങളെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ലോണ് എന്തേലും അങ്ങനെ ഇങ്ങനെ അതൊക്കെ എന്തേലൊക്കെ പണിക്ക് പോയാലും അടങ്ങി പോകാനുള്ളതേ ഉള്ളൂ. അതിനിപ്പോ അവിടെ തന്നെ പോയി നിക്കണം, അവിടെ നിന്നാലേ പറ്റുള്ളൂ എന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇക്കൊന്നും ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു നോക്കി നോക്ക്. ഉമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല. ഉമ്മ സമ്മതിക്കുമെന്ന് എനിക്കും തോന്നില്ല. നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കിക്കോ. നമ്മള് വെറുതെ ചോദിച്ച് മടിച്ചു നിന്നിട്ട് പിന്നെ അവസാനം തിരിച്ചു പോകണ്ടല്ലോ. ചിലപ്പോ അങ്ങനെ അവരിതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ ചിലപ്പോ സമ്മതിക്കില്ലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചോദിച്ചു നോക്കി നോക്കും. അതിനെ കുറിച്ച് സംസാരിച്ച് നോക്കി നോക്ക്. വെറുതെ എന്താ അവിടെ ഇങ്ങനെ പോയി നിന്നിട്ട് ചിലപ്പോ അവർക്കും നിങ്ങള് നാട്ടിൽ നിൽക്കണമെന്നൊക്കെ ആയിരിക്കും. പിന്നെ അവരായിട്ട് പറയണ്ടല്ലോ എന്ന് വല്ലതും ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ ഒന്ന് ചോദിച്ചു നോക്കി നോക്കും ഉമ്മാനോട്. എനിക്കും വയ്യ, ഞാൻ ഉമ്മാനോട് ചോദിക്കട്ടെ. എത്ര മിനിറ്റ് അവിടെ പോയി നിൽക്കുക. ഉമ്മ, ഞാൻ ഉമ്മാനോട് ഒരു കാര്യം പറയാൻ വെച്ചിട്ടായിരുന്നു. എന്താ മോനെ? ഞാൻ ഇനി ഗൾഫിലോട്ട് പോകണില്ലാന്ന് വെച്ചിട്ടാ. കുറച്ചു കാലം നാട്ടിൽ നിക്കാന്ന് വെച്ചു. എന്തൊട്ട് പറയണത്? എന്തുമാ, കൊറേ വർഷമായില്ലേ, 10-12 വർഷമായില്ലേ. അതെ മോനെ, ഈ ഇങ്ങനെ പറയുന്ന വിചാരിച്ചില്ല. മോൻ ലീവിൽ 1 മാസം വന്നല്ലേ, ഇപ്പൊ പോവാൻ എടുക്കുമ്പോ നിനക്ക് തോന്നുന്നുണ്ടാവൂലേ? മോനൊന്ന് ആലോചിച്ച് നോക്കിയാ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ.
ഏഹ് ഈ പോയിട്ടാണ് പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്ത് അത്യാവശ്യം സ്വർണ്ണിട്ടിട്ട് നല്ലൊരു കൊടുത്ത് നല്ലൊരു വീട് വെച്ച് എന്റെ മോനൊരു കല്യാണം കഴിഞ്ഞ് 10-12 കൊല്ലം നീ ഗൾഫിൽ പോയി നിന്നു സംഭവം ശരിയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ പാഠങ്ങൾ എന്നെ വീടിയിട്ടില്ല. പെൺകുട്ടിയുടെ അതിന് വേണ്ടിയിട്ട് വീടിന്റെ ആധാരം പണയം വെച്ചാൽ അതെന്നെ വീടിയിട്ടില്ല. അത് ഇനി അടച്ചുകൊണ്ടിരിക്കണം. അത് 2-3 വർഷം ഇനിയും ഉണ്ട്. മോൻ പെട്ടെന്ന് വന്നു കണ്ട് പോണില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ മോനെ ശരിയാകുക? ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ മോൻ പോയി കുറച്ചു ദിവസം അവിടെ പോയി പണിയെടുക്കണം. അല്ല, എന്റെ മോൻ പറയണ കേക്ക്. എന്റെ മോൻ പോയിട്ട് കുറച്ച് 2 കൊല്ലെങ്കിലും പിടിച്ചു നിൽക്കുക. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കടങ്ങളൊക്കെ വീടിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്ന് എന്തെങ്കിലും പണിയെടുത്തിട്ട് വീട്ടാ. ഈ നാട്ടിലുള്ളവർക്ക് പണിയില്ല മോനെ. എനിക്ക് ഇവിടെ പെട്ടെന്ന് വന്നുകൊണ്ട് പോണില്ല ഉമ്മാന്ന് പറഞ്ഞു. ഇതുവരെ എന്റെ മോൻ പറഞ്ഞില്ലല്ലോ ശാലിക്കുട്ടി പോകണ്ടെന്ന് പറഞ്ഞാ. ശാലിക്കുട്ടി പോണ്ടെന്നല്ല പറയണത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂടാന്ന്. ഈ 10-12 വർഷം എന്നൊക്കെ പറയുമ്പോ എനിക്ക് 12 വയസ്സല്ലേ മായി കൂടിയത്. ഞാൻ ഈ ഗൾഫിൽ കിടന്നിട്ട് എന്തിനാ ഇങ്ങനെ പട്ടിയെ പോലെ പണിയെടുക്കണത്? എന്റെ മോൻ നാട്ടിൽ നിന്ന് കിടന്ന കഷ്ടപ്പാട്, നാട്ടില് പണിയെടുത്ത് വരുന്നവര് കഷ്ടപ്പാട് കേൾക്കണം. എല്ലാ സ്ഥലത്തും കഷ്ടപ്പാട് തന്നെയല്ലേ? അവിടെയും കഷ്ടപ്പെടണോ ഇവിടെയും കഷ്ടപ്പെടണോ? അവിടെ ആവുമ്പോ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണം, ഇവിടെ ആവുമ്പോ നിങ്ങൾ എല്ലാരും ഉണ്ട്, നിങ്ങൾ എല്ലാരും കണ്ട് കഷ്ടപ്പെടണം എന്ന് മാത്രമല്ലേ ഉള്ളൂ. മോനെ ഈ അങ്ങനെ പറയണം. എന്റെ ഉപ്പ എത്ര കാലം നിന്ന് അത്യാവശ്യം വയസ്സും പ്രായമായി അവര് പറഞ്ഞാച്ചപ്പോഴല്ലേ ഉപ്പ നാട്ടിലായത്. എന്നിട്ട് എന്തുണ്ടാക്കി ഉപ്പ ഒന്നും ഉണ്ടാക്കിയില്ല. അതന്നെ പ്രവാസികൾ അങ്ങനെ തന്നെ. നമ്മള് നല്ല ആരോഗ്യമുള്ള സമയം വരെ അവിടെ പോയിട്ട് നിൽക്കും. വല്ല പ്രായവും എന്താ പറയാ അസുഖമായി കഴിഞ്ഞാൽ നേരെ കയറി ഇങ്ങോട്ട് വരും. അതെ, ഒന്നും പറയണ്ട. എങ്ങനെയെങ്കിലും പോയിട്ട് 2 കൊല്ലം നീ പിടിച്ചു നിൽക്കണം. നീ ക്യാൻസർ അടിച്ച് വന്നല്ല. ഈ 10-12 കൊല്ലം ഒരു കമ്പനിയിൽ നിന്നിട്ട് നീ വന്നാണ്. നിന്റെ എല്ലാ സാധനങ്ങളും അവിടെയാണ്. 10-12 കൊല്ലം നിന്ന് വരുമ്പോഴേ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നിനക്ക് കിട്ടും. അതുപോലും നീ വേണ്ടാന്ന് പറയാണ്ട് പെട്ടെന്ന് വന്നുകാണ്ട് മനസ്സ് മാറിയിട്ട് ഇപ്പൊ ഇന്നലെ വരെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ പോണം എന്ന് പറഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് മനസ്സ് മാറാൻ കാരണം എന്താ? ശാലിക്കുട്ടിനൊന്ന് കാണിക്കണേ. ശാലിക്കുട്ടീനല്ലമ്മ, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. 1 മാസത്തെ ലീവിനാണ് ഈ 2 വർഷം കൂടുമ്പോ നമ്മൾ ഈ വരുന്നത്. വരുമ്പോ ഉള്ള സന്തോഷം പോകുമ്പോ നമുക്കൊന്നും കിട്ടാറില്ല. ഈ എന്താ പറയാ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കറ്റിന്റെ റേറ്റ് നോക്കലും അതിന്റെ ഉള്ള തിരക്കാ. ഉമ്മ പറയണ പോലെ നമ്മുടെ കാര്യങ്ങൾ ഓരോ ദിവസം അടുക്കുന്നതോറും വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മോനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിക്ക്. എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മോനിക്ക് അറിയാലോ വീട്ടിലത്തെ കാര്യങ്ങള്, കടങ്ങളും കാര്യങ്ങളൊക്കെ. അത് ആലോചിച്ചിട്ട് നീ എന്താ വേണ്ടത് നീ ചെയ്തോ. ഞാൻ പറയുന്നില്ല പൊയ്ക്കോന്ന് പറഞ്ഞാ ഉന്തി തള്ളി വിടൂല. ഞാൻ പോയിക്കോളാം. കാലാകാലം കുടുംബത്തിന്റെ അവസ്ഥ കടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ചത്തോളാം. അതല്ലേ നിങ്ങൾക്ക് ആവശ്യം? നീ അങ്ങനെയൊക്കെ പറയുന്ന നോക്കി. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയണേ? എല്ലാവരും അങ്ങനെയാണോ പോയിട്ട്? ഇങ്ങനെയൊന്നും നീ പറയരുത്. ഇതൊക്കെ ശാലിക്കുട്ടി പറഞ്ഞതിന്റെ മൂപ്പാണ് കേട്ടാ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവളെ അകത്തിരിക്കുക. ശാലിക്കുട്ടിനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടൊക്കെ പറഞ്ഞുതരും. ഇന്നലെ വരെ ഒന്നും പറഞ്ഞില്ല. ഉമ്മ പോണം, ഉമ്മ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം, എന്റെ ഫ്രണ്ട്സുകൾക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ കുട്ടിയാ. അപ്പൊ പെട്ടെന്ന് വന്നുകൊണ്ട് മനസ്സുമാരാൻ കാരണം എന്താ? ജിന്നിന്റെ എന്താ കാണിച്ചു തരുന്നത് ചോദിക്കാം. എന്തേ ശരിയാവൂല. ഇവര് കടങ്ങളും കാര്യങ്ങളും അത്യാവശ്യം കുടുംബത്തിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് അവൻ പോണില്ല എന്ന് പറയുന്നത്. ഇതിനൊക്കെ കാരണം ആ ശാലിക്കുട്ടിക്കുള്ളത് കൊടുത്തോണ്ട്. അല്ല ഈ എന്ത് സഫിക്കനോട് പറഞ്ഞോടത്ത് ഈ പോണ്ടാന്ന് പറഞ്ഞ ഗൾഫിലേക്ക്? ഇന്നലെ വരെ പോണം പറഞ്ഞ കുട്ടിയല്ലേ. ഞാൻ അങ്ങനെ പോണ്ടാ വരണ്ടെന്നൊന്നും പറഞ്ഞില്ലമ്മ. ഇക്കാക്ക് പോവാനൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ പിന്നെ എന്തിനാ കുറച്ചു കൊല്ലം നാട്ടിൽ നിന്നൂടെന്ന് മാത്രം. കുറച്ചു കൊല്ലം നാട്ടിൽ നിൽക്കാനും മോളെ അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല. നിനക്കും കൂടി അറിയണം. നിന്നെ ഞാൻ ഞങ്ങളൊന്നും പറഞ്ഞിട്ട് അറിയിച്ചിട്ടില്ല. അങ്ങനെ പോവില്ല വരില്ല എന്ന് പറയുന്ന കുട്ടിയല്ല. പക്ഷെ അവനെ ഇപ്രാവശ്യം വന്നിട്ട് ഇന്നലെ വരെ പോണില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ വന്നുകൊണ്ട് അവൻ ഉമ്മ ഞാൻ പോണില്ല കേട്ടാ എന്ന് പറഞ്ഞ എന്താ ചെയ്യാ? അവൻ ക്യാൻസർ അടിച്ചിട്ടാ വന്നിക്കണ്. ഇക്ക ക്യാൻസൽ അടിച്ചിട്ടൊന്നും അല്ലമ്മ വന്നിക്കുന്നത്. ആൾക്ക് ഒന്നാമത് വന്നതിന് ശേഷം തിരിച്ചു പോകാനുള്ള ഒരു ചിന്തയൊന്നും ഇല്ല. പിന്നെ ഇത്രയും കൊല്ലങ്ങളായി നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാനും പറഞ്ഞു എന്തിനാ ഇക്ക തിരിച്ചു പോണ്, കുറച്ചു കൊല്ലം നാട്ടിൽ നിൽക്കുക, അതിനുശേഷം വേണമെങ്കിൽ തിരിച്ചു പോവാലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഉമ്മ തന്നെയല്ലേ പറഞ്ഞു നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. പിന്നെ അവര് മാത്രം എന്തിനാ അവിടെ അത്ര പോയി കഷ്ടപ്പെടണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇക്കാനോട് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ അവരോട് നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ മൂട്ടിയൊന്നും കൊടുത്തിട്ടില്ലമ്മ. ഉമ്മ ഇപ്പൊ ഇങ്ങനെ വന്ന് ചൂടാവാൻ മാത്രം. ചീത്ത പറഞ്ഞല്ല, ഉമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പെട്ടെന്ന് അമ്മ എന്നിട്ട് പറഞ്ഞു ഞാൻ പോണില്ല ഉമ്മാന്ന്. അത് കാരണം എനിക്ക് ദേഷ്യവും സങ്കടം എല്ലാം കൂടി വരുന്നത്. മോൾക്ക് അറിയണതല്ലേ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ അവസ്ഥകളും.
ഇത്താടെ കല്യാണം കഴിച്ചു കൊടുത്ത കടങ്ങൾ തന്നെ വീടിയിട്ടില്ല. അതിലാണ് അതിന്റെ ഇടയിൽ നിങ്ങളെ കല്യാണം പോലെ നല്ല രീതിയിൽ കഴിഞ്ഞില്ലേ? അപ്പൊ അതിന്റെ ഇത്താടെ കല്യാണത്തിന് കൊണ്ട് വെച്ച ആധാരാണ് ബാങ്കിൽ കിടക്കുന്നത്, ഇതുവരെ എടുത്തിട്ടില്ല. അത്യാവശ്യം കടങ്ങൾ ഇനിയുണ്ട്. നമ്മളെന്തിനാ നമ്മുടെ ഇല്ലാത്തോണ്ടമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോ നമ്മളെ ഇല്ലായ്മല്ലാണ്ട് പുറത്തേക്ക് കൊട്ടിപ്പാടിയിട്ട് എന്താ മോളെ കാര്യം? ആൾക്കാർ കളിയാക്കി ചിരിക്കാനേ ഉണ്ടാവുള്ളൂ. പാവുന്നൊന്നും ഒരാൾക്കും തോന്നൂല. അതാണ് എങ്ങനെയും പോയി 2 കൊല്ലെങ്കിലും നിന്നിട്ട് വന്ന അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് ഒതുക്കാം. അവൻ പോയ ശേഷമാണ് നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയത്. 10-12 കൊല്ലം എൻ്റെ കുട്ടി പോയി നിന്നാണ് നാട്ടിൽ നിൽക്ക. അതിനുള്ളൊരു വരുമാനം നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നീയൊക്കെ ഒന്ന് ഉപദേശിച്ച് അവനെ മനസ്സിലാക്കി കൊടുക്കും. മോൾക്ക് അറിയണതല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം. എന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എങ്ങനെ ഉണ്ടാവുമോ? അല്ലാണ്ട് നിന്നോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടല്ല. പെട്ടെന്നാവുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു, സങ്കടവും വന്ന്. അത് കാരണമാണ് നീ ആവുന്നതിന്റെ കാരണക്കാരി വല്ലതാണെന്ന് ചോദിക്കാൻ വന്നത്. ഞാനങ്ങനെ മനസ്സിലാക്കി ഉപദേശിച്ച് കൊടുക്കുക പറഞ്ഞേൽക്കാണ് ഞാൻ പറഞ്ഞത്. നീ ഒന്ന് പറഞ്ഞവനൊന്ന് ഉത്സാഹപ്പെടുത്തുന്നതിന് അവൻ പോകുള്ളൂ. ഡേറ്റ് ആയപ്പോ തൊട്ട് തന്നെ മുഖം ഒന്നും വലിയ തെളിമാനും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ശരി നിങ്ങൾക്ക് അങ്ങനെ പോവാൻ താല്പര്യമില്ല, എനിക്ക് പോണ്ട, നാട്ടില് നിക്കേന്ന് പറഞ്ഞപ്പോ ആളതില് പിടിച്ചു കയറി. എന്റെ കുട്ടി നാട്ടിൽ നിന്നിട്ട് എന്ത് കഷ്ടപ്പെടാനാ, എന്തുമാത്രം കഷ്ടപ്പാടുണ്ട് എന്നറിയാ. അവിടത്തെ ഒരു ഇതൊന്നും ഇവിടെ ഇല്ല. 2 കൊല്ലം എങ്ങനെയെങ്കിലും എന്റെ മോൻ പോയി നിക്കട്ടെ. എന്റെ മോനെ പറഞ്ഞേക്കാൻ കൂടി ഉണ്ടായിട്ടല്ല, വീട്ടിലത്തെ അവസ്ഥ കൊണ്ടാണ്. അവനിക്ക് അറിയൊക്കെ ചെയ്യാ. എല്ലാ ഗൾഫുകാർക്കുള്ള അവസ്ഥ തന്നെയാ. നാട്ടിൽ ഇങ്ങോട്ട് വന്നാ അങ്ങോട്ട് പോകാൻ തോന്നൂല. അങ്ങോട്ട് പോയാൽ പിന്നെ ഇവിടുത്തെ വലിയ കാര്യങ്ങളൊന്നും അത്ര ബാധിക്കുമില്ല. ഒന്ന് ഇവിടെ നിന്ന് താണ്ടി കിട്ടണം അവർക്ക്. പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി എന്റെ കുട്ടി. അതെങ്ങനെ ഞാൻ പറഞ്ഞേക്കുക? അങ്ങനെ എന്താ പറഞ്ഞിട്ട് വന്നറിയാം? ലാസ്റ്റ് ഞാൻ അവിടെ കിടന്ന് മരിച്ചോണ്ട് വന്നു. അതിനാണോ നമ്മൾ പറഞ്ഞറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചൂടായത്. അല്ലെങ്കിൽ നിന്നോട് ഞാൻ ചൂടായത് നിനക്ക് എല്ലാ കാര്യം അറിഞ്ഞിട്ട് പിന്നെ നീ അവനോട് ഇങ്ങനെ പറഞ്ഞില്ലേന്ന് വെച്ചിട്ടാണ് ഞാൻ നിന്നോട് ചൂടായത്. മോളൊന്ന് അവനെ പറഞ്ഞു ഉത്സാഹപ്പെടുത്ത്. അങ്ങനെയും പോയി 2 കൊല്ലം നിൽക്ക്. നമ്മളെ കാര്യങ്ങളൊക്കെ അറിയില്ല, നമ്മളെ ആധാരം ബാങ്കിലല്ലേ, എങ്ങനെയും പോയി 2 കൊല്ലം നിൽക്കുന്ന് നീ പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്ക് ട്ടാ. അല്ലാണ്ട് നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല. ഇവരിതൊക്കെ പറഞ്ഞിട്ട് പോയി ഞാൻ എങ്ങനെയാ കണ്ണോട് പറയാ പോണ്ടാന്ന് വരണ്ട? എന്താ അവര് തീരുമാനിച്ച പോലെ ആവട്ടെ. നിൽക്കണവർക്ക് ഒരു പണിയില്ല. എന്റെ കുട്ടിയെ പോകുന്നതിനൊക്കെ പറഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമായി. അല്ല, മോൻ പറയുന്നത് കേട്ടില്ല? അവൻ ഇനി പോണില്ലാന്ന്. അവൻ അവിടുന്ന് ക്യാൻസൽ അടിച്ചിട്ടല്ലേ വന്നിരിക്കണം. 1 മാസം 10 ദിവസമായി നിൽക്കും. 1 മാസത്തെ ലീവില് വന്നിട്ട് 10 ദിവസം നീട്ടി ചോദിച്ചപ്പോ അവര് നല്ലതായിട്ട് കൊടുത്തില്ലേ? ശരി 10 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന്. ഇപ്പൊ പറയുന്ന ഉമ്മ ഞാൻ പോണില്ല. നീ എന്തിനും നിർബന്ധിക്കാൻ നിക്കണേ? പോണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് പോണ്ടെങ്കിൽ 10-20 കൊല്ലം 30 കൊല്ലം ഞാൻ തന്നെ നിന്നിട്ട് വന്നിട്ട് ഒരു തേങ്ങ ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിട്ട് അവനെ ഉണ്ടിത്തള്ളി എന്തിനു നീ പറഞ്ഞേക്കാൻ നിക്കണേ? നിങ്ങളൊന്നും മിണ്ടാണ്ടെന്നേ. നിങ്ങളൊരു തേങ്ങ ഇല്ലാന്നൊന്നും പറയണ്ട. വീട് വെച്ചു, മോളെ കല്യാണം അന്തസ്സായിട്ട് മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, മോനെ കല്യാണം കഴിച്ചു. ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കുടുംബം കഴിഞ്ഞു പോയെന്നല്ലോ. അത് നാട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം ബിസിനസ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അത്യാവശ്യം ഇവിടെ ഉണ്ടാക്കാം. ഗൾഫിൽ ഇവിടെ സമ്പാദിക്കും, ഇവിടെ നാട്ടിലപ്പോ കേക്കണ്ടത്. അല്ലാണ്ട് തണ്ടപ്പടി നല്ലത് പറയുമ്പോ തണ്ടപ്പടി 10-30 കൊല്ലം നിന്നിട്ട് എന്ത് ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോയി, കാലം പോയി, വയസ്സിങ്ങനെ കൂടി, അത്ര തന്നെ. അതെ, അല്ലാണ്ട് ഒരു മെച്ചവും ഇല്ല. അല്ല നീ അവനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അവനെ പറഞ്ഞേക്കണ്ട. ഞാൻ പറയണ കേക്ക്. എന്ത് നീ അവൻ പറഞ്ഞേക്കുന്ന കേസല്ലേ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? വീടിന്റെ ആധാരം ഒന്ന് കയ്യിലേക്ക് വന്ന് കുറച്ച് ഘട്ടങ്ങളുണ്ട്. അത് വീട് കഴിഞ്ഞാൽ വന്നാലും അവന് മനസ്സമാധാനമായിട്ട് ഇരിക്കാലോ. അപ്പൊ നാട്ടിലുണ്ടായാലും വീട്ടിലെ ആധാരങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ എടുക്കാം. നിങ്ങൾക്കൊരു വരുമാനം ഇല്ല. മോനും നാട്ടിലായി എന്താ ചെയ്യാ? കടങ്ങൾ എങ്ങനെ വീട്ടാൻ? എനിക്ക് അതാണ്. അല്ലാണ്ട് അവനെ ഉന്തി തള്ളിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് തിന്നാനല്ല. അതൊക്കെ നടക്കുന്നേ. അതൊക്കെ എന്തെങ്കിലും വഴിക്ക് കാണും. അല്ലാണ്ട് നീ തള്ളി പറഞ്ഞിങ്ങനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സമാനം ഉണ്ടാവില്ല അവിടെ പോയി. അതെ, നിങ്ങൾ ഇനി അതൊന്നും പറയാൻ നിൽക്കണ്ട അവനോട്. എങ്ങനെങ്കിലും പോയിട്ട് 2 കൊല്ലം പിടിച്ച് നിൽക്കട്ടെ. ഞാൻ ആ സാരിക്കുട്ടി പറഞ്ഞു കൊടുത്തു. അവളെ പോയിട്ട് ദേഷ്യപ്പെട്ടു. അവളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലേ മോളെ. നീ എന്തിനാ അത് അവനെ പറഞ്ഞു ഉത്സാഹപ്പെടുത്തിയിട്ടൊന്ന് പറഞ്ഞാക്കി 2 കൊല്ലം എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഇവിടെ ചർച്ച ചെയ്തോ വർത്താനം പറഞ്ഞോന്ന് ഇനിയിപ്പോ അവനോട് പോയിട്ട് പറയാൻ നിൽക്കണ്ട. മോനെ എങ്ങനെയെങ്കിലും പോയി 2 കൊല്ലം നിൽക്കുന്ന് പറയും. അപ്പൊ നിന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മോനക്ക് അറിയണതല്ലേ. പോയിട്ട് 2 കൊല്ലം എങ്ങനെയും പിടിച്ച് നിൽക്ക്. എന്തായാലും നീ ക്യാൻസർ അടിച്ച് വന്നല്ലോ, ലീവില് വന്നല്ലേന്ന് ഒന്ന് നല്ല വാക്ക് പറഞ്ഞു കൊടുക്ക്. അപ്പൊ അവന്റെ മനസ്സ് മാറും. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഭാര്യയും ഇതൊക്കെ ആയിട്ട് നിൽക്കുമ്പോ പോകാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലേ അവർക്ക് എപ്പോ വന്നാലും പോകാൻ ഇത്തിരി മടിയാണ്.
അപ്പൊ ഇപ്പൊ പ്രത്യേകമായിട്ട് പറയണ്ടല്ലോ, കല്യാണം കഴിച്ചല്ലേ. ആദ്യം ഇങ്ങനെ തന്നെ, ഇപ്പൊ പിന്നെ പറയന്നെ വേണ്ട. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മൾ വർത്താനം പറഞ്ഞോന്ന് ഇനി അവനോട് ഇപ്പൊ പറയാൻ നിക്കണ്ട നിങ്ങള് കേട്ടാ. അവനെ നിർബന്ധിക്കണ്ടെങ്കിൽ ഞാൻ തന്നെ 10-30 കൊല്ലം നിന്നിട്ട് എന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയില്ല. അവന് പോണം എന്നുണ്ടെങ്കിൽ അവൻ പൊക്കോട്ടെ, നീ ഉന്തിത്തള്ളി പറഞ്ഞയക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അവൻ നിനക്ക് ഇഷ്ടപ്പെട്ട് നീ അവനെ ഇഷ്ടപ്പെട്ട് അവൻ പോകണം എന്നുണ്ടെങ്കിൽ അവൻ പൊക്കോട്ടെ. അവിടെ നീ വീണ്ടും വീണ്ടും നിർബന്ധിച്ചിട്ട് അവനെ പറഞ്ഞയക്കാൻ നിൽക്കല്ലേ. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഇതൊക്കെ ചെന്ന് അവിടെ പറയണ്ട. എൻ്റെ മോൻ കടന്ന് ഇവിടെ കഷ്ടപ്പെടണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയണത് ആർക്കും ഏൽക്കൂല. നമ്മൾ മുന്തി തള്ളി വിടണമെന്നാണ് എല്ലാവരും ഇത്. നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് എന്താ പറയാ, വൈകി. നീ ഇവിടെ ഇരിക്കാണ് അല്ലേ? എല്ലാ ഉമ്മ എന്തോ പറഞ്ഞു കേട്ടല്ലോ, നീ ദുബായിക്ക് പോന്ന അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു. മോന് പോണ ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി, അല്ലാണ്ട് വെറുതെ തല്ലിയേൽപ്പിച്ച് കൊണ്ട് പോവാൻ നിൽക്കൊന്നും വേണ്ട. ഇല്ല, ഞാന് ഉമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ഇപ്പൊ എന്താ വെച്ചാല് കൊറേ പ്രശ്നങ്ങളില്ല. ഞാനതിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കടങ്ങളായാലും കാര്യങ്ങളായാലും നമുക്ക് ഒരുപാടുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ 2 കൊല്ലം കൂടി പോയി നിന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കുഴപ്പമില്ല, ഉമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. മോനക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊക്കോ, അതൊന്നും ഇതിൽ പറയില്ല. താല്പര്യം ഇല്ലെങ്കിൽ പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോന്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ നീ ചെയ്തോ. എപ്പോഴും നമ്മള് ഇവിടെ വന്നിട്ട് തിരിച്ചു പോണ സമയത്ത് എല്ലാരും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പോണോ. ഞാൻ ചിന്തിച്ചു. അപ്പൊ ഉമ്മ അങ്ങനെ പറഞ്ഞു, മോനെ നമ്മുടെ അങ്ങനെ ഓരോ കാര്യങ്ങളില്ലേ, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ എടുക്കാം, ലോണായാലും കാര്യങ്ങളായാലും പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു മറ്റന്നാൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ബുക്ക് ചെയ്തു. അയച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് കഴിഞ്ഞാൽ മറ്റന്നാളെ പോവാന്ന് വെച്ചു. അങ്ങനെ മോന്റെ ഇഷ്ടം പോലെ ചെയ്തോ, എങ്ങനെ വെച്ചാൽ താല്പര്യം വെച്ചാൽ അതുപോലെ ചെയ്തോട്ടാ. 2 കൊല്ലം നിന്നിട്ട് പ്രശ്നങ്ങളൊക്കെ തീർത്ത് പിന്നേലും വരാലോ.